നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ട്രംപിന്റെ പിഴച്ചുങ്കം GDP 0.5% കുറവുണ്ടാക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തന്നെ പ്രശ്നം രൂക്ഷമാകും. ടെക്സ്റ്റൈൽ മേഖലയിലും സാമ്പത്തിക ആഘാതം. ട്രംപ് താരിഫ് തന്നെ വില്ലനെന്ന് ICRA. രാജ്യാന്തര സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക്. കേരളത്തിലും വില ഉയർന്നേക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര കരാർ ചർച്ചയ്ക്ക് തുടക്കം. കാർബൺ നികുതി പ്രധാന ചർച്ചാ വിഷയം. ബാങ്കുകൾ ചതിച്ചു. സംസ്ഥാനത്ത് ഒരു വിഭാഗം കർഷകർക്ക് വിള ഇൻഷുറൻസ് നഷ്ടമായി. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം ഓഹരി വിപണിയിൽ നിന്നുള്ള വാർത്തകളാണ്. ഓഹരി വിപണിയിൽ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി എന്നിവ ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ഇന്ന് അവസാനിച്ചത്. സെക്ടറൽ വിഭാഗത്തിൽ ഓട്ടോ സെക്ടർ മികവ് പുലർത്തി. വിശദ വിവരങ്ങളുമായി ജാസ്മിൻ ജമാൽ ലൈനിലുണ്ട്. ജാസ്മിൻ, എന്താണ് വിശദാംശങ്ങൾ? ത്രൂ ഔട്ട് ദ ഡേ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. 24,800 മറികടന്നുകൊണ്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് നിഫ്റ്റി 50 രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വളരെയധികം ഒരു സെൽ ഓഫ് ആയിരുന്നു നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. ഡേ ഹൈ ആയിട്ടുള്ള 24,885 വരെ പോയതിനു ശേഷം അവിടെ നിന്ന് വീണ്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുന്ന നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയും പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് സൂചികകളെയുമാണ് ഇന്ന് കാണാൻ സാധിച്ചത്. അതിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി നിഫ്റ്റി വളരെ ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇന്ന് അവസാനിപ്പിച്ചിരിക്കുന്നത്. 24,773 എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തുമ്പോൾ 24,800 എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള ലെവൽ കൈവിട്ടുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ഈ ഒരു ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ഡേയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അഗെയിൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്തും ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ക്ലോസിംഗ് ആണ് നടന്നിരിക്കുന്നത്. 54,186 എന്നുള്ള ഒരു നിലവാരത്തിൽ 72 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം മാത്രം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളിലേക്ക് വരുന്ന സമയത്ത് തുടക്കം മുതൽ തന്നെ IT-യുടെ ഭാഗത്ത് നിന്നായിരുന്നു ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നതെങ്കിൽ അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങുന്ന സമയത്ത് ഏതാണ്ട് 1% അടുത്ത് നിന്നുകൊണ്ടുള്ള 0.89% ഒരു ഇടിവോട് കൂടിയിട്ടാണ് IT ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സെക്കൻഡ് സെഷൻ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും മീഡിയ, ഫാർമ, FMCG, ഹെൽത്ത് കെയർ തുടങ്ങിയ പ്രധാന സെക്ടേഴ്സിലും പ്രോഫിറ്റ് ടേക്കിങ്ങിന്റെ ഒരു കടന്നുവരവ്, കൂടുതലും സെല്ലിംഗ് ആണ് നമ്മൾ കണ്ടത്. നിഫ്റ്റി 50 അപേക്ഷിച്ച് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ഏറ്റവും അധികം പെർഫോമൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓട്ടോ മേഖലയിലെ കമ്പനികൾ തന്നെയാണ്. 3% എന്നുള്ള ഒരു വലിയ കുതിപ്പിൽ തന്നെയാണ് ഇന്ന് ത്രൂ ഔട്ട് ദ ഡേ ഓട്ടോ ഇൻഡെക്സ് ഉണ്ടായിരുന്നത്. അതിൽ ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ബജാജ് ഓട്ടോ, ഏഷ്യർ മോട്ടോഴ്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികളും ഉണ്ടായിരുന്നു. ഇനി ഇന്നത്തെ തുടക്കഘട്ടത്തിൽ നമ്മൾ കണ്ട മാർക്കറ്റിന്റെ കുതിപ്പിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് എന്നുകൂടി പരിശോധിക്കാം. ആദ്യം തന്നെ ട്രംപിന്റെയും അല്ലെങ്കിൽ US-ന്റെയും ഇന്ത്യയുടെയും ഭാഗത്ത് നിന്ന് താരിഫിന്മേൽ ജാസ്മിനാണ് ഓഹരി വിപണിയിലെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ട്രംപിന്റെ 50% തീരുവ GDP-യിൽ 0.5% കുറവുണ്ടാക്കുമെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. ഏറ്റവും അധികം പ്രതിഫലിക്കുക നടപ്പ് സാമ്പത്തിക പാദത്തിലായിരിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധൻ V. അനന്ത നാഗേശ്വരൻ. ട്രംപിന്റെ തീരുവ ചുമത്തൽ ഇന്ത്യയുടെ വളർച്ചയെ ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് നൽകുന്നത്. എങ്കിലും താരിഫ് ഹ്രസ്വകാല പ്രതിഭാസമായിരിക്കും. താരിഫിന്റെ സമയപരിധി അനുസരിച്ച് 0.5% മുതൽ 0.6% വരെ GDP-യിൽ നഷ്ടം വരാം. എന്നാൽ താരിഫ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് കൂടി നീണ്ടാൽ ഇന്ത്യയുടെ വളർച്ചയെ ശക്തമായി തന്നെ ബാധിക്കും. തൊഴിലിന്റെയും GDP വളർച്ചയുടെയും കാര്യത്തിൽ അത് വലിയ വെല്ലുവിളിയായിരിക്കും. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു പോസിറ്റീവ് പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയത് ആഗ്രഹിച്ച ഫലം നൽകുന്നില്ലെന്നും അത് വിപരീത ഫലമുണ്ടാക്കുന്നുവെന്നും US മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് സർക്കാർ പ്രഖ്യാപിച്ച GST ഇളവുകൾ രാജ്യത്തെ ഉപഭോഗം വർദ്ധിപ്പിക്കും. തീരുവ ഉണ്ടാക്കുന്ന നഷ്ടം നികത്താൻ ഇതിന് കഴിയുമോ എന്നത് സംശയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യാന്തര സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക്.
സ്പോട്ട് ഗോൾഡ് ഔൺസിന് 3586.81 കേരളത്തിലും വില ഉയരുമെന്ന് വിപണി വിദഗ്ധർ. രാജ്യത്തും വില ഉയരുമെന്ന ആശങ്കയിലാണ് ജനം. ഔൺസിന് $3599 രാജ്യാന്തര വിലയിലെ സർവകാല ഉയരം. ഇതിന് തൊട്ടടുത്താണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഡിസംബറിലെ US സ്വർണ്ണ ഫ്യൂച്ചറുകൾ ഔൺസിന് $3626 രാജ്യത്ത് 24 ക്യാരറ്റ് സ്വർണം 10 ഗ്രാമിന് 1,08,000 രൂപയിലും എത്തി. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയാണ് വിലയെ സ്വാധീനിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ പുതിയ തൊഴിലവസരങ്ങൾ കുത്തനെ കുറഞ്ഞെന്ന തൊഴിൽ ഡേറ്റയും പുറത്തുവന്നു. തൊഴിൽ കുറവ് ഫെഡിനെ പലിശ നിരക്ക് കുറയ്ക്കാൻ പ്രേരിപ്പിക്കും. പലിശ നിരക്ക് കുറയുന്നതോടെ ഡോളറിൽ നിന്നും ബോണ്ടിൽ നിന്നുമുള്ള നിക്ഷേപങ്ങൾ സ്വർണത്തിലേക്ക് മാറും. ഇതാണ് സ്വർണത്തിന്റെ വില ഉയർത്തുന്നത്. ഫെഡറൽ റിസർവിൽ ഒഴിവുള്ള ഗവർണർമാരെ ഉടൻ നിയമിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ഫെഡിൽ ട്രംപിന്റെ സ്വാധീനം ശക്തമാവും. പലിശ നിരക്ക് കുറയ്ക്കണമെന്നാണ് ട്രംപിന്റെയും ആവശ്യം. ഇതും വരും മാസങ്ങളിൽ സ്വർണ്ണവില ഉയർത്താം. കൂടാതെ അമേരിക്കയുടെ വരാനിരിക്കുന്ന പണപ്പെരുപ്പ ഡേറ്റയും സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ച ഡൽഹിയിൽ തുടങ്ങി. കാർബൺ നികുതിയിൽ ഇളവും താരിഫ് രഹിത വിഷയങ്ങളും മുഖ്യ അജണ്ട. ചർച്ച 12 വരെ നീളും. യൂറോപ്യൻ വ്യാപാര കമ്മീഷണർ മാരോസ് സെഫ്കോവിച്ചും കാർഷിക കമ്മീഷണർ ക്രിസ്റ്റോഫ് ഹാൻസനുമാണ് ചർച്ച നയിക്കുന്നത്. ഇവർക്കൊപ്പം 30 അംഗ ഉന്നതതല സംഘവും ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരാണ് ഇന്ത്യൻ സംഘത്തിലുള്ളത്. താരിഫ് രഹിത ഉൽപ്പന്ന വിപണി പ്രവേശനം, ഭൗതിക സ്വത്തവകാശം, പേറ്റന്റുകൾ, ട്രേഡ് മാർക്ക്, നിക്ഷേപ സംരക്ഷണം, തൊഴിലവകാശങ്ങൾ, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി വിഷയങ്ങളാണ് ഇത്തവണത്തെ അജണ്ടയിലുള്ളത്. നികുതി, ഡാറ്റാ സംരക്ഷണം, ഇ-കോമേഴ്സ് തുടങ്ങിയ സെൻസിറ്റീവ് കാര്യങ്ങളിലും ധാരണയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കാർബൺ പുറന്തള്ളുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന കാർബൺ നികുതിയാണ് പ്രധാന ചർച്ചാ വിഷയം. US-ന് ലഭിച്ചതുപോലെയുള്ള ഇളവ് നേടിയെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഇന്ത്യക്കുള്ളത്. കരാർ യാഥാർത്ഥ്യമായാൽ യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിലെ വിപണികൾ ഇന്ത്യക്ക് തുറന്നു കിട്ടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ടെക്സ്റ്റൈൽ മേഖലയെ കാത്തിരിക്കുന്നത് വൻ സാമ്പത്തിക ആഘാതമെന്ന് ICRA. മേഖലയ്ക്ക് നൽകിയത് നെഗറ്റീവ് റേറ്റിംഗ്, വില്ലൻ താരിഫ് എന്നും റിപ്പോർട്ട്. US താരിഫ് വസ്ത്ര കയറ്റുമതിയെ സാരമായി ബാധിക്കും. മേഖലയുടെ റേറ്റിംഗ് സ്ഥിരതയുള്ള വളർച്ചാ പ്രതീക്ഷയിൽ വെട്ടിച്ചുരുക്കി നെഗറ്റീവ് വളർച്ചാ പ്രതീക്ഷയിലേക്ക് മാറ്റി. താരിഫുകൾ തുടരുകയാണെങ്കിൽ മേഖലയുടെ വരുമാനം 6 മുതൽ 9% വരെ കുറയുമെന്നും ഏജൻസി വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തെ പ്രവർത്തന ലാഭ മാർജിൻ 7.5% കുറയും. നടപ്പു സാമ്പത്തിക വർഷത്തിൽ 10% പ്രവർത്തന ലാഭ മാർജിനിൽ നിന്നാണ് ഈ കുത്തനെയുള്ള ഇടിവ് പ്രകടമാകുക. US ദിനവിപണിയിലെ കുറഞ്ഞ ആവശ്യകത, ബംഗ്ലാദേശിൻ്റെയും വിയറ്റ്നാമിൻ്റെയും ശക്തമായ വിപണി സാന്നിധ്യം എന്നിവ കാരണം കഴിഞ്ഞ 5 വർഷമായി വസ്ത്ര കയറ്റുമതിയിൽ ഇടിവുണ്ട്. ഇതിന് പിന്നാലെയാണ് US താരിഫ് കടന്നു വരുന്നത്. സാമ്പത്തിക വർഷത്തിൻ്റെ 2ാം പകുതി മുതൽ ഇതിൻ്റെ ആഘാതം മേഖലയിൽ പ്രതിഫലിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. നേരിയ വിലക്കുറവിൽ നിന്നും സ്വർണ്ണവിലയിൽ ഉച്ചയ്ക്ക് ശേഷം വൻ വർധന. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയുമാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. സ്വർണം ഗ്രാമിന് 9,985 രൂപയും പവന് 79,880 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 8,200 രൂപയിലെത്തി. അതേസമയം വെള്ളിവില മാറ്റമില്ലാതെ തുടർന്നു. ഗ്രാമിന് 133 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടന്നത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.